ഇന്നലെ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു സവിശേഷമായ പരിപാടി നടന്നു. മറ്റൊന്നുമല്ല, ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിലൊക്കെ സർക്കാർ നടത്തുന്ന ഈ പരിപാടിയെ കുറിച്ച് വായിച്ചറിഞ്ഞിരുന്നു. എന്തായാലും ഇന്നലെ രാത്രി ഈ പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ നിരവധി ആളുകൾ പോയി. വനിതാ ശിശു വികസന വകുപ്പാണ് തിരുവനന്തപുരത്ത് രാത്രി 9:30 മുതൽ പുലർച്ചെ 1 മണി വരെ വനിതകളുടെ ഒത്തുചേരൽ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് സംഘടിപ്പിച്ചത്. സ്വാതന്ത്ര്യം കിട്ടി 79 വർഷങ്ങൾ തികയുമ്പോൾ പോലും ഇന്ത്യയിലാവട്ടെ കേരളത്തിലാവട്ടെ പലപ്പോഴും നമ്മൾ സ്ത്രീകളൊക്കെ ഭയന്നുകൊണ്ടാണ് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലൊക്കെ പുറത്തോട്ട് ഇറങ്ങുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ ഉയർന്നു വരുന്ന വാർത്തകളുടെ എണ്ണവും കുറച്ചൊന്നുമല്ല. ഇന്ന് ഈ വൈകുന്നേരം ഈ രാത്രി 9:30-ക്ക് ഒരു 3 മണിക്കൂർ നീണ്ട് തലസ്ഥാന നഗരത്തിന്റെ ഈ ഒരു ജനവീഥിയിൽ ഞങ്ങൾ സ്ത്രീകൾ ഞങ്ങളുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ്. ഒരുപാട് ആളുകളാണ് ഇന്നിവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഒരുപാട് തൊഴിൽ മേഖലകളിൽ നിന്നുള്ള ഒട്ടനവധി ആളുകൾ, സ്ത്രീകൾ, പുരുഷന്മാർ എല്ലാവരും ഇന്ന് ഈ നഗരത്തിൽ നിൽക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ നോക്കാം. സ്ത്രീകൾക്ക് ഭയമില്ലാതെ പൊതു ഇടങ്ങളിൽ ഉപയോഗിക്കാനുള്ള അവകാശത്തിന്റെ പ്രഖ്യാപനമായിരുന്നു ഇത്. സേഫ് വുമൺ സേഫ് കേരള എന്ന സന്ദേശവുമായി തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് ജംഗ്ഷൻ മുതൽ ആയുർവേദ കോളേജ് ജംഗ്ഷൻ വരെയായിരുന്നു പരിപാടി. സ്ത്രീകൾക്ക് നിർഭയമായി ഏതു സമയത്തും പുറത്തിറങ്ങി നടക്കുവാനുള്ള അന്തരീക്ഷം സൃഷ്ടിച്ച് കേരളത്തെ രാജ്യത്ത് തന്നെ മാതൃകയാക്കി മാറ്റുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ തലേന്ന് നമ്മുടെ തലസ്ഥാന നഗരിയിൽ സ്ത്രീകളെല്ലാം ഒത്തുചേരുകയാണ്. ഇതൊരു വലിയ സന്ദേശമാണ് നമുക്ക് സമൂഹത്തിന് നൽകാനുള്ളത്. സ്ത്രീകൾക്ക് നിർഭയമായി ഏത് സമയത്തും നടക്കുവാനുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കി അത് രാജ്യത്തിന്റെ മോഡലാക്കി മാറ്റണം എന്നതാണ് നമ്മുടെ ലക്ഷ്യം. സ്ത്രീകളുടെ ഒത്തുചേരൽ അത് മറ്റൊരു സന്ദേശം കൂടി നൽകും. ഈ സമൂഹത്തിന്റെ മാറ്റത്തിന് വേണ്ടി, സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടി ഞങ്ങൾക്കും കൃത്യമായ പങ്കുവഹിക്കാനുണ്ട് എന്ന സന്ദേശം കൂടി നൽകണം. ഈ നാടിന്റെ പുരോഗതിക്ക് ഒരു പുതിയ യുഗ കേരളം കെട്ടിപ്പടുക്കാൻ സ്ത്രീകളുടെ സംഭാവന നിസ്തുലമാണ്. നിങ്ങളുടെ സഹായവും നിങ്ങളുടെ പിന്തുണയും സർക്കാരിനും കൂടെ ഉണ്ടാകണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം കേരളത്തിലെ എല്ലാ സ്ത്രീകളെയും സ്വയം പര്യാപ്തരാക്കുക എന്നതാണ്. ആരെയും ആശ്രയിക്കാതെ അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി വരുമാനമുണ്ടാക്കി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക, അത് പുതുയുഗ കേരളത്തിന്റെ സ്വപ്നമാണ്. സ്വാതന്ത്ര്യദിനത്തിന് തലേന്ന് തലസ്ഥാന നഗരിയിൽ സ്ത്രീകൾ ഒത്തുചേരുന്നത് സമൂഹത്തിന് വലിയൊരു സന്ദേശം നൽകുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സമൂഹത്തിന്റെ മാറ്റത്തിനും സാമൂഹ്യ സാമ്പത്തിക വികസനത്തിനും കൃത്യമായ പങ്കുവഹിക്കാൻ തങ്ങളുണ്ട് എന്ന വലിയ പ്രഖ്യാപനമാണ് ഈ ഒത്തുചേരൽ. മന്ത്രിമാരായ ബിന്ദു കൃഷ്ണ, കെ.എ. തുളസി എന്നിവരും നേതൃത്വം നൽകി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അർദ്ധരാത്രിയിലാണ്. പക്ഷേ 79 ആണ്ടുകൾക്കിപ്പുറവും രാത്രികൾ സ്ത്രീകൾക്ക് പലപ്പോഴും അന്യമായി പോകുന്ന സാഹചര്യമുണ്ട്. ഭയലേശം ഏതുമില്ലാതെ സ്വതന്ത്രമായി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ സ്ത്രീകൾക്ക് പൊതു ഇടങ്ങളിൽ സഞ്ചരിക്കുവാനുള്ള അവസരം ഇപ്പോഴും കുറവാണ്. കുറേയധികം ആളുകൾ സഞ്ചരിക്കുന്നുണ്ട് എങ്കിൽ പോലും എല്ലാവർക്കും അത് പ്രാപ്യമല്ല. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും ലിംഗഭേദത്തിന് അതീതമായി ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നേരവകാശികളാണ്. എന്നാൽ സ്ത്രീകൾക്ക് മാത്രം അത് നിഷേധിക്കുന്ന സാഹചര്യം സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒട്ടനവധി സാഹചര്യങ്ങളെ തൂത്തെറിഞ്ഞുകൊണ്ട് പെൺകുട്ടികൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണ്. അവർക്ക് ഭയലേശമില്ലാതെ ഈ തിരുവനന്തപുരത്തിന്റെ രാജവീതിയിൽ കൂടി ഏത് രാത്രിയിലും സഞ്ചരിക്കാൻ കഴിയും. ആത്മവിശ്വാസത്തോടു കൂടി അവളുടെ ശബ്ദം ഇവിടെ ഉയരും എന്ന സന്ദേശത്തോടു കൂടിയാണ് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ഇത്തരത്തിലൊരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സമഗ്രമായ വനിതാ നയത്തിനാണ് സംസ്ഥാന സർക്കാർ രൂപം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു തുടക്കം മാത്രമാണ്. ആരെയും അട്ടിമറിക്കാനല്ല, മറിച്ച് സ്ത്രീകളുടെ സ്വത്വബോധത്തോടുകൂടി തന്റേടത്തോടെ നിർഭയരായി മുന്നോട്ട് പോകാനുള്ള സന്ദേശമാണിത് നൽകുന്നത്. സ്ത്രീകൾ വലിയ ആഘോഷമായാണ് പരിപാടിയെ വരവേറ്റത്. ആട്ടവും പാട്ടവും എല്ലാമായി അതൊരു വലിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തന്നെയായി.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.